ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. നമ്മളിപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ വികസനം എന്ന് പറയുന്നത് മുമ്പൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് വികസനം എന്ന് പറയുമ്പോൾ പുരോഗതിയാണ്. അപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹൈവേ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, മാഷ് ഇന്നുണ്ടായിരുന്നെങ്കിൽ മാഷ് എങ്ങനെയാണ് ഈ വികസന പ്രവർത്തനത്തോട് പ്രതികരിക്കുക എന്നുള്ളത്. കാരണം മാഷ് ഒരിക്കലും വികസനത്തിന് അനുകൂലമായിരുന്നില്ല. കാരണം മാഷ് ചിന്തിച്ചത് വികസനത്തിൻ്റെ കൂടെ അഴിമതി വരും എന്നുള്ളതാണ്. എവിടെ വികസന പ്രവർത്തനമുണ്ടോ അവിടെ അഴിമതി ഉണ്ടാകുമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്, മാഷ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാഷ് എപ്പോഴും വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നത്. അത് വാസ്തവമാണ്. നമുക്കറിയാം, എവിടെ വികസനമുണ്ടോ അവിടെ അഴിമതി ഉണ്ടാകും, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ടാകും. അപ്പോൾ എവിടെ വലിയ പോർട്ടുകൾ, ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. വിഴിഞ്ഞം വലിയൊരു നേട്ടമാണ്, തീർച്ചയായിട്ടും വലിയൊരു നേട്ടമാണ്. പക്ഷെ നമ്മൾ ഒന്ന് ചുറ്റും നോക്കുമ്പോൾ, ലോകത്തിൽ മുഴുവൻ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. എവിടേക്ക് വലിയ പോർട്ടുകളുണ്ടോ അവിടേക്ക്, അല്ലെങ്കിൽ അതിന് ചുറ്റും ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായി എന്നുള്ളതാണ്. അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള ജീവിതം തകരാറാകും. കാരണം ഒരു പോർട്ടെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ, നാവികന്മാർ, കപ്പലിൽ അവിടെ വന്ന് ഇറങ്ങുന്ന ആളുകളാണ്. അവരൊക്കെ അവിടെ ഇറങ്ങും. അവരൊക്കെ ആ ഒരു പോർട്ടിൻ്റെ പരിസരത്തെ അസ്വസ്ഥമാക്കും. ചിലപ്പോഴവിടെ മയക്കുമരുന്ന് വരും, വ്യഭിചാരം വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാഷക്ക് അറിയാം. അതുകൊണ്ടാണ് മാഷ് എപ്പോഴും വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ചത്, വളരെ ശ്രദ്ധയോടുകൂടി. അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, UDF സർക്കാർ ഒരു പരിപാടി കൊണ്ടുവന്നിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട്, അത് എക്സ്പ്രസ് ഹൈവേയാണ്. അന്നത്തെ മന്ത്രി മുനീർ കൊണ്ടുവന്ന ഒരു ഐഡിയ ആയിരുന്നു അത്. അപ്പോൾ മാഷ് അതിനെ ഭയങ്കരമായി തീർത്തിരുന്നു. നമുക്കത് വേണ്ട എന്നാണ് പറഞ്ഞത്. കാരണം അതിനാണ് ഒരു എക്സ്പ്രസ് ഹൈവേ വരുമ്പോൾ അത് കടന്നു പോകുന്ന വഴിയിലേക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകും. ഒരുപാട് ആളുകൾക്ക് വീടുകൾ, പാർപ്പിടങ്ങൾ നഷ്ടമാകും. അപ്പം അതുകൊണ്ട് ഈ വികസനത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കരുതലോടുകൂടി, വളരെ ആശങ്കയോടുകൂടി ചിന്തിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം നമ്മുടെ നാട് വികസനത്തിൻ്റെ വഴിയിലേക്ക് പോവുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് പോകുന്നു, മാഷ് ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളതാണ്.